നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽപ്പെട്ടവരെയും വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സാധിച്ചുവെന്നതാണ് മോദി സർക്കാരിന്റെ നേട്ടമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ എൻസിപിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ റാലി ഫെബ്രുവരി 10 കോഴിക്കോട്ട്. കക്കയം പവർ ഹൌസിന്റെ പെൻസ്റ്റോക്ക് നിർമ്മിക്കുന്നതിനായി ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. നാഷണൽ NGO കോൺഫെഡറേഷൻ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പതിമൂന്നാമത് സേവക് ഉത്തരമേഖല നഴ്സറി കലോത്സവം ഫെബ്രുവരി 10-നും 11-നും കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽപ്പെട്ടവരെയും വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സാധിച്ചുവെന്നതാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. ശക്തി വന്ദൻ അഭിയാന്റെ ജില്ലാതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ 1 കോടിയിലധികം വരുന്ന സ്വയം സഹായ സംഘങ്ങളിലെയും NGOകളിലെയും 10 കോടി അംഗങ്ങളെ സമ്പർക്കം ചെയ്യുന്ന ശക്തിവന്ദൻ അഭിയാന്റെ ജില്ലാതല പരിപാടിയായ ചായ് പേ ചർച്ച ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു. മോദി ഭരണത്തിൽ ആദ്യം ജൻധൻ യോജന പദ്ധതി വഴി ദരിദ്ര വിഭാഗങ്ങളെ മുഴുവൻ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പങ്കാളികളാക്കി മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ പകുതിയിലധികം വരുന്ന വനിതകൾക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ലും പാസാക്കിയതോടെ വികസന പ്രക്രിയയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ മോദി സർക്കാരിന് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും ആദ്യം ഈ നാട്ടിലെ ദരിദ്ര ജനവിഭാഗങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവുമായി എങ്ങനെ കൂട്ടിച്ചേർക്കാം, അവരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള പ്രോസസ്സായിരുന്നു ഏറ്റവും ആദ്യം ചെയ്തത്. ചായ് പേ ചർച്ചയിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി മോഡറേറ്ററായി. സോഷ്യൽ ഡെവലപ്മെന്റ് വിദഗ്ധൻ KT ജയ്സൺ, CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. അനുരാധ തായാട്ട്, KP വിജയലക്ഷ്മി, സരിത പറയേരി, അഡ്വക്കേറ്റ് MK സുപ്രിയ, P രമണിഭായി, ബിന്ദു ചാലിൽ തുടങ്ങിയവരും സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ നിന്നും PD പ്രസന്ന, ലീല വിമലേശൻ, TK സുജ, V ഷിജി, K ജയശ്രീ എന്നിവരും ചർച്ചകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി NCP നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട്ട് ഫാസിസ്റ്റ് വിരുദ്ധ റാലി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്. ഫെബ്രുവരി 10 നടക്കുന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫാസിസവും സാധാരണ വ്യത്യസ്തമായി നമ്മുടെ വിട്ടുവിട്ടത്തും അടുക്കളയിലുമൊക്കെ കയറി കൂടിയ സന്ദർഭത്തിലാണ് കാലിക പ്രാധാന്യമുള്ളൊരു മുദ്രാവാക്യം നിലനിൽക്കി ഈ മുദ്രാവാക്യം തെരഞ്ഞെടുത്ത് NCP ജില്ലാ കമ്മിറ്റി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്ക് കാലുകുത്താൻ ഇടം നൽകാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അതിന് പ്രധാന കാരണം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. NCPയുടെ ഫാസിസ്റ്റ് വിരുദ്ധ റാലിയുടെ ഭാഗമായി നടക്കുന്ന പ്രകടനം EMS സ്മാരക സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് മാവൂർ റോഡ് ജംഗ്ഷൻ, അശോക ഹോസ്പിറ്റൽ, പോലീസ് കമ്മീഷണർ ഓഫീസ് വഴി മുതലക്കുളത്ത് സജ്ജീകരിച്ച അഡ്വക്കേറ്റ് A ശങ്കരൻ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി AK ശശീന്ദ്രൻ, പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ MP തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് NCP രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് പ്രകാശ് കറുത്തേടത്ത്,
ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ സിംഗ്, PM കരുണാകരൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നളന്ദ ഓഡിറ്റോറിയത്തിൽ ദേശീയ ചെയർമാൻ KN ആനന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 450 ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് 50% സബ്സിഡിയോടെ നൽകി. നാഷണൽ NGO കോൺഫെഡറേഷൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം പ്രകാരം +2 മുതൽ പ്രൊഫഷണൽ കോഴ്സിൽ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 40,000 രൂപ വിലയുള്ള HP ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ 50% വിലയ്ക്ക് വിതരണം ചെയ്തു. 450 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത്. നളന്ദയിൽ നടന്ന ചടങ്ങിൽ ദേശീയ ചെയർമാൻ KN ആനന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പഠിച്ചു പോയാൽ അവരെല്ലാം നന്നാകും എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് ഞാൻ അവരോട് പറയും. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കണം അച്ഛനമ്മമാരെടുക്കല ആയിരിക്കണം. ഇപ്പൊ എനിക്കറിയില്ല, ആയിരിക്കണം. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു, അച്ഛനമ്മമാരുടെ അടുക്കലാണ്. ആ അച്ഛനമ്മമാരുടെ അടുക്ക കൂടെയുള്ളപ്പോഴാണ് നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്നൊരു മാതാവിനെ ആരെയും കുറ്റം പറയണേല്ല കേട്ടോ, ക്ഷമിക്കണം. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ്. നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടം ഈ കാലഘട്ടവും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ കൗൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം, ജില്ലാ സെക്രട്ടറി P സുരേഷ് ബാബു, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജാനകി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 13ാമത് സേവക് ഉത്തരമേഖല നഴ്സറി കലോത്സവം ഫെബ്രുവരി 10, 11 തീയതികളിൽ കോഴിക്കോട് പുതിയറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉദ്ഘാടനം കവി PK ഗോപി നിർവഹിക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MLA അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നഴ്സറി കലോത്സവം എല്ലാ വർഷവും സേവക് വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഉത്തരമേഖല അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. 1000-ലധികം കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന സമ്മാനങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യാറ്. ഈ വർഷം 10-ാം തീയതി രാവിലെ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം PK ഗോപി, നമ്മുടെ ബഹുമാനപ്പെട്ട കവിയാണ്. സമാപന പരിപാടി അഹമ്മദ് ദേവർകോവിൽ, ബഹുമാനപ്പെട്ട MLA ആണ് പങ്കെടുക്കുന്നത്. ധാരാളം എൻട്രികൾ വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും ആ പരിപാടിയിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളും സ്റ്റേജുകളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നായി 45 സ്കൂളുകൾ പങ്കെടുക്കുന്ന മേളയാണ് സേവക് നഴ്സറി കലോത്സവം. 1000-ൽ പരം കുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുക്കും. 15 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും, കൂടുതൽ പോയിന്റ് നേടുന്ന വിദ്യാലയത്തിന് പിലാശ്ശേരി രാമചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും PS കൃഷ്ണനുണ്ണി സ്മാരക എവറോളിംഗ് ട്രോഫിയും നൽകുമെന്നും സംഘാടകരായ മുരളീധരൻ പറയഞ്ചേരി, P ദിവാകരൻ, K സുരേഷ് ബാബു തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KSEBക്ക് കക്കയം പവർ ഹൌസിന്റെ പെൻസ്റ്റോക്ക് നിർമ്മിക്കുന്നതിനായി ഭൂമി വിട്ടുകെടുത്ത 5 കുടുംബങ്ങൾക്ക് 18 വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. ഇക്കാര്യത്തിൽ അനുകൂല നടപടികൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും കളക്ടറുടെയും അദാലത്തുകളിൽ സമീപിച്ചിട്ടും പരിഹാരമായില്ലെന്നും പരാതിക്കാർ പറയുന്നു. കൂരാച്ചുണ്ട് വില്ലേജിലെ കക്കയം മലവാരത്തിൽ താമസിക്കുന്ന പൂവത്തിങ്കൽ പ്രജീഷ്, കൂവപ്പൊയ്കയിൽ ലീല, കുറുമുട്ടത്ത് മാത്യു, പൂവത്തിങ്കൽ ത്രേസ്യാമ്മ, കുറുമുട്ടത്ത് ജോസ് എന്നിവരുടെ 1.5 ഏക്കർ ഭൂമിയാണ്
2005 KSEB ഏറ്റെടുത്തത്. ഈ സമയത്ത് വനം വകുപ്പ് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭൂ ഉടമകൾക്ക് സ്ഥലത്തിന്റെ വില നൽകാതെ മേൽ ആദായങ്ങൾക്ക് നാമമാത്ര വിലയാണ് KSEB നൽകിയത്. ഭൂമിയുടെ വില KSEB വനം വകുപ്പിന് നൽകുകയും ചെയ്തു. എന്നാൽ 2018 ഈ ഭൂമിയുടെ അവകാശവാദം തെറ്റായി സംഭവിച്ചതാണെന്ന് വനം വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതുപ്രകാരം ഈ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ കൈവശ രേഖകളും ലഭിച്ചതാണ്. എന്നാൽ ഇതിനുശേഷവും KSEB ഈ ഭൂമിക്ക് ലീസ് വാടക തുടർന്നു പോന്നു. ഇത് റദ്ദാക്കുന്നതിനായി വനം മന്ത്രിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടപെട്ട് വാടക റദ്ദാക്കി ഉത്തരവിറക്കി. ഈ ഉത്തരവ് KSEBക്ക് കൈമാറിയിട്ട് 2 വർഷമാകാറായിട്ടും KSEB തങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം തരുന്നില്ലെന്നാണ് പരാതിക്കാരി കൂവപ്പൊയ്കയിൽ ലീല പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അദാലത്തിലും കളക്ടറുടെ അദാലത്തിലും പ്രശ്നപരിഹാരവുമായി കുടുംബങ്ങൾ പോയിരുന്നെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെന്നും പരാതിക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഞ്ഞിനിക്കര തീർത്ഥയാത്രയ്ക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 200-ൽ പരം വിശ്വാസികളാണ് തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത്. വിൽസൺ ഫിലിപ്പ്, കോറപ്പിസ്കോപ്പ, ജയമോൻ എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ മുംബൈ ഭദ്രാസനത്തിൽ നിന്നുള്ള മഞ്ഞിനിക്കര തീർത്ഥയാത്രാ സമൂഹത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ വികാരിയും ഭദ്രാസന സെക്രട്ടറിയുമായ ഫാദർ ഫിലിപ്പ് ജോണിന്റെയും ഇടവക ഭാരവാഹികളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. യാത്രാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി. മുംബൈ ഭദ്രാസന സെക്രട്ടറി വിൽസൺ ഫിലിപ്പ് കോറപ്പിസ്കോപ്പയുടെയും ജനറൽ കൺവീനർ ജെയ്മോന്റെയും നേതൃത്വത്തിൽ റവറന്റ് ഫാദർ എൽദോസ് ഇടപ്പാട്, ഫാദർ ഗീവർഗീസ് മാവിനാൽ, ഫാദർ സജി സാമുവേൽ എന്നിവരുൾപ്പെടെ 200-ൽ പരം വിശ്വാസികളാണ് മഞ്ഞിനിക്കരയിൽ ഖബറടക്കിയിരിക്കുന്ന ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവയുടെ തിരുക്കബറിനെ ലക്ഷ്യമാക്കി തീർത്ഥയാത്ര നടത്തുന്നത്. വളരെ ഭക്തിപരമായി, വളരെ അനുഗ്രഹകരമായി കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ഇടവകയിലെ ബഹുമാനപ്പെട്ട അധികാരി എല്ലാ വിശ്വാസികളും ചേർന്ന് തീർത്ഥയാത്രയെ സ്വീകരിച്ചതുമായ വിഷയമായി നടത്തി ഭദ്രാസനത്തിന് വേണ്ടി വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. കോഴിക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ട്രസ്റ്റി PC തോമസ്, NK പൗലോസ്, CU ജോബ്, TT ഏലിയാസ്, ഷവലിയാർ C ചാക്കുണ്ണി, CC മനോജ് എന്നിവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റഹീം പൂവാട്ടുപറമ്പിന്റെ നിര്യാണത്തിൽ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ അനുശോചിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം ചേർന്നത്. കലാ സാഹിത്യ മേഖലകളിലെ പുതുമുഖങ്ങളെ കൈപിടിച്ചുയർത്തിയ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു റഹീം പൂവാട്ടുപറമ്പെന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സീനിയർ ജേർണലിസ്റ്റ് ഫോറവും ചേർന്ന് സംഘടിപ്പിച്ച അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം റഹീംഖയുടെ നിര്യാണത്തെ തുടർന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചത് ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് വളർന്ന ഒരാളാണ് അദ്ദേഹം. നമുക്കറിയാം, അല്ലാമി അല്ലെങ്കിൽ കേരള ടൈംസ് എന്നൊക്കെ പറയുന്ന ചെറിയ പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എത്രമാത്രം പ്രതിസന്ധിയിലൂടേക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെ വളരെ സജീവമായി മാധ്യമപ്രവർത്തനം നടത്തുകയും അദ്ദേഹത്തിന്റെ കർമ്മമേഖലയിൽ വളരെ വിജയകരമായ മാധ്യമ പ്രവർത്തനം, ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, പ്രൈം മിനിസ്റ്ററിന്റെ ഇന്റർവ്യൂ ചെയ്തത് അദ്ദേഹം അഭിമാനത്തോടെ എപ്പോഴും വന്ന പ്രൈം മിനിസ്റ്ററിനെ ഇന്റർവ്യൂ ചെയ്തത്, പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ പിന്നെ അദ്വനി സിനിമയുടെ ചിത്രീകരണങ്ങളിൽ PR നിലക്ക് അദ്ദേഹത്തിന്റെ കൂടെ നീണ്ടകാല യാത്ര ചെയ്തത്. സെക്രട്ടറി PS രാകേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PRD ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ചന്ദ്രിക പത്രാധിപർ കമാൽ വരദൂർ, M ബാലഗോപാൽ, നവാസ് പൂനൂർ, PP അബൂബക്കർ, C അബ്ദുറഹിമാൻ, ഹരിദാസൻ പാലയിൽ, AP അബൂബക്കർ, M ജയതിലകൻ, CMK പണിക്കർ, ദീപക് ധർമ്മടം, ഗിരീഷ് ആംബ്ര, KK ജയേഷ്, T ഷിനോദ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സേവിയോ ഹൈസ്കൂൾ ദേവഗിരിയിലെ 1974 SSLC ബാച്ചിന്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി 10 സ്കൂളിൽ നടക്കും. ഒരുമിച്ചുള്ള ഭക്ഷണം, സമ്മാനം കൈമാറൽ, കലാപരിപാടികൾ എന്നിവയോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയെന്ന് സംഘാടകർ പറഞ്ഞു. യാദൃശ്ചികമായിട്ട് തന്നെ 50ാമത്തെ വർഷം ആണിത്. ഞങ്ങളുടെ ബാച്ചിന്റെ ഒരു ഒത്തുചേരല് ഡയമണ്ട് ജൂബിലി ഇയറിലായിട്ട് ആണ് വന്നിരിക്കുന്നത്.
പിന്നെ ഞങ്ങളുടെ സേവ് ഹൈസ്കൂളിലെ ഇതേപോലെ ഞങ്ങളുടെ ബാച്ചിൻ്റെ ആദ്യത്തെ ഒരു ഗെറ്റുകൾ കൂടിയാണ്. പിന്നെ ഇതിൽ ഞങ്ങൾ ഈ കൂട്ടായ്മ വെറും ഒരു കൂട്ടായ്മ പോലെ 10-ാം തീയതി അടുത്ത ശനിയാഴ്ച 10-ാം തീയതിയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് വെറും ഒരു ഒത്തുചേരൽ മാത്രമല്ലാതെ ഇതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു സൊസൈറ്റി പോലെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ജീവകാരുണ്യപരമല്ല പല കാര്യങ്ങളും, അതുപോലെ ഇതേപോലുള്ള ഒത്തുചേരലുകളും, പിന്നെ നമുക്ക് അറിയാം ഈ പരിസ്ഥിതി സംരക്ഷണം ആയിട്ടുള്ള പല പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പിന്നെ ഹരിതവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അസോസിയേഷൻ ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് കേരള ബ്രാഞ്ച് അന്താരാഷ്ട്ര ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ഡേ ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി റോഡ് സേഫ്റ്റി ആൻഡ് ട്രോമ അവയർനെസ് ക്യാമ്പയിൻ നടത്തും. ബൈക്ക് റാലിയും വാക്കത്തോണും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. നിങ്ങൾക്കറിയാം, ഒരു ദിവസം ഏകദേശം ലോകത്ത് ഒരു 3 പേർ ഒരു മിനിറ്റിൽ റോഡപകടം മൂലം മരണപ്പെടുന്നുണ്ട്. ഇതിൽ 60% സംഭവിക്കുന്നത് 2 വീലേഴ്സിൽ സഞ്ചരിക്കുന്നവരാണ്. ഇതിന് പ്രധാന കാരണം അവർ ഹെൽമെറ്റ് ധരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ഈ ഒരു ദിനാചരണത്തിൻ്റെ ഈ പ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ ഒരു തീമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് ഇത് എല്ലാ വർഷവും ഫെബ്രുവരി 13-നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അന്ന് ഞങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ ജിൻവാല അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്രാവശ്യത്തെ തീമായ ട്രോമ അവയർനെസിനെ കുറിച്ച് ക്ലാസ്സുകൾ കോളേജ് തലത്തിലും പൊതുജനങ്ങൾക്കുമായിട്ട് നടത്തി. ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇവർക്കെല്ലാമുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അസോസിയേഷന്റെ ഭാഗമായിട്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുണ്ടായിത്തോട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ ശുചീകരണവും പച്ചക്കറി തോട്ടമൊരുക്കലും നടന്നു. കൊടുവള്ളി KMOHSS-ൽ NSS വളണ്ടിയർമാരാണ് പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയത്. കാഴ്ചയില്ലാത്തവർക്കായി പ്രവർത്തിക്കുന്ന തൊഴിൽ പരിശീലന കേന്ദ്രമായ കുണ്ടായിത്തോട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ KMOHSS കൊടുവള്ളിയിലെ NSS വളണ്ടിയർമാർ ശുചീകരണം നടത്തി. ശുചീകരണത്തിനു ശേഷം കുട്ടികൾ പച്ചക്കറി തോട്ടവും ഒരുക്കി. പരിപാടിയുടെ ഉദ്ഘാടനം KFB BTC പ്രൊജക്ട് കോർഡിനേറ്റർ CK അബൂബക്കർ നിർവഹിച്ചു. KMO ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് നമ്മളോടൊപ്പം ചേരുകയും ഇവിടെ ചില അവരുടെ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും ക്ലീനിങ് സെക്ഷൻ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളോട് സഹകരിച്ചിരിക്കുന്നു. ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും. KFB സപ്പോർട്ടിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രേമൻ പറന്നാട്ടിൽ, CP റഷീദ് പൂനൂർ തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ MC സജിഷ, ഓഫീസർ ഇൻചാർജ് T ഷീജ, ഷഫീഖ് മാങ്കാവ്, അഹമ്മദ് കോയ, ബെസി, മനീഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. 31 കുട്ടികൾ ഇവിടെ വരികയും ഇവിടെ പച്ചക്കറിൻ്റെ തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അതേമാതിരി ക്ലീനിങ്ങും കംപ്ലീറ്റ് കോമ്പൗണ്ടിലുള്ള പ്ലാസ്റ്റിക് അതേപോലെ പിന്നെ വേസ്റ്റുകളൊക്കെ ക്ലീനാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയിലെ NSS വളണ്ടിയേഴ്സിനെ കുണ്ടായിത്തോടുള്ള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളും ചുറ്റുപാടും മനസ്സിലാക്കാൻ പറ്റിയത്. NSS-ലെ 33ഓളം വിദ്യാർത്ഥികൾ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൂന്നാമത് സംസ്ഥാന ഇന്റർ ക്ലബ്ബ് മൊയ്ത്തായ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 10-നും 11-നും ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 290 കായിക താരങ്ങൾ പങ്കെടുക്കും. മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അവസരമൊരുങ്ങും. ഈ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വരുന്ന കുട്ടികൾക്ക് മെയ് 25 മുതൽ 30 വരെ ആസാമിൽ വെച്ച് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ഉണ്ട്. അവിടുന്ന് ഗോൾഡ് മെഡൽ കിട്ടുന്ന കുട്ടികൾക്ക് ഏഷ്യൻ ഇൻഡോർ മാർഷൽ ആർട്സ് ഗെയിംസിലേക്ക് തായ്ലാൻഡിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഇൻഡോർ മാർഷൽ ആർട്സ് ഗെയിംസിലേക്കുള്ള സെലക്ഷൻ കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. ബോൺ ഫയർ ക്ലബ്ബാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്.
ശനി ഞായർ ദിവസങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. ഫൈനൽ നടക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഈസ്റ്റ് 2024 അക്കാദമി പോകുന്ന പാരീസ് ഒളിമ്പിക്സിൽ 5 ഗെയിംസ് വരുന്നുണ്ട്. പുതിയ കോമ്പാറ്റ് ഗെയിംസ് വരും. അതിലൊരു ഇവന്റ് മൊയ്ത്തൈ എന്ന ഗെയിമാണ്. ഓൾറെഡി കഴിഞ്ഞ നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഡെമോസ്പോർട്ടായിട്ട് മൊയ്ത്തൈ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൃദയഹാരിയായ മാപ്പിളപ്പാട്ടുകളുമായി ഉമ്മയും മോളും ഒരേ വേദിയിൽ. പയ്യന്നൂർ സ്വദേശികളായ ബൽക്കീസ് റഷീദും മകൾ ബൻസീറ റഷീദുമാണ് ഉമ്മയും മോളും പാടുന്നു പരിപാടിയിലൂടെ കലാസ്വാദകരുടെ മനം നിറച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൈരളി TV പട്ടുറുമാൽ മെഗാ ഇവന്റ് ഫെബ്രുവരി 10 വൈകുന്നേരം കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ നടക്കും. പട്ടുറുമാൽ ടൈറ്റിൽ വിന്നറെ പരിപാടിയിൽ തെരഞ്ഞെടുക്കും. സംഗീത നൃത്തവിരുന്നും ഇവന്റിനെ ആകർഷകമാക്കും. കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ടിവിയുടെ പട്ടുറുമാൽ മെഗാ ഇവന്റ് കോഴിക്കോട് വെച്ച് ഫെബ്രുവരി 10 വൈകിട്ട് സരോവരം ട്രേഡ് സെന്ററിൽ നടത്തുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒട്ടേറെ കലാകാരന്മാർ സൃഷ്ടിച്ച വലിയ റിയാലിറ്റി ഷോയാണ് പട്ടുറുമാൽ. പട്ടുറുമാൽ കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ഈ ഷോക്കുണ്ട്. കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കോഴിക്കോടിന്റെ പ്രാധാന്യം പറയേണ്ടതില്ല. കൈരളി റിയാലിറ്റി ഷോയുടെ പ്രത്യേകത ഒരു ജനകീയമായ ചാനൽ എന്ന നിലക്ക് പരമാവധി പേരെ ഈ ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽപ്പെട്ടവരെയും വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സാധിച്ചുവെന്നതാണ് മോദി സർക്കാരിന്റെ നേട്ടമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ NCPയുടെ ഫാസിസ്റ്റ് വിരുദ്ധ റാലി ഫെബ്രുവരി 10 കോഴിക്കോട്ട്. കക്കയം പവർ ഹൌസിന്റെ പെൻസ്റ്റോക്ക് നിർമ്മിക്കുന്നതിനായി ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. നാഷണൽ NGO കോൺഫെഡറേഷൻ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പതിമൂന്നാമത് സേവക് ഉത്തരമേഖല നഴ്സറി കലോത്സവം ഫെബ്രുവരി 10-നും 11-നും കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.